ഇത് ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ടാങ്കിലേക്ക് വാട്ടർ ലെറ്റ്യൂസ് അല്ലെങ്കിൽ വാട്ടർ ക്യാബേജ് എന്ന് പറയുന്ന ഒരു ചെടി ആഡ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് കണ്ട ആ ഒരു ചെറിയ PVC ഫ്രെയിമിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് വാട്ടർ ക്യാബേജ്. അപ്പുറത്ത് രണ്ടും കിടക്കുന്നത് അസോളയും സാൽവീനിയാണ്. നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത വാട്ടർ ലെറ്റ്യൂസ് അല്ലെങ്കിൽ വാട്ടർ ക്യാബേജ്. നമ്മൾ ചെറിയ പാക്കറ്റായിട്ട് അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. കുറച്ച് ഉണ്ടായിരുന്നുള്ളത് നമ്മൾ ഈ PVC ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഇപ്പോൾ കണ്ടില്ലേ, ഫുള്ളായിട്ട് അത് നിറഞ്ഞിട്ടുണ്ട്. ചെറിയ സൈസിലാണ് ഫുള്ളായിട്ട് വളർന്ന് നിറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ. പക്ഷേ ഈ ഒരു സൈസല്ല ഇതിൻ്റെ യഥാർത്ഥ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ, ഈ ഒരു സൈസ് വരെയൊക്കെ അത് വലുതാവും. ഇപ്പോൾ ഈ ഒരു PVC പൈപ്പിനകത്തേക്ക് ഈ ഒരു ചെറിയ സൈസ് നല്ല രീതിയിൽ വളർന്ന് ഫില്ലായ സ്ഥിതിക്ക് ഇതിനകത്ത് കിടന്ന് ഈ എല്ലാ ചെടിക്കും ഈ ഒരു സൈസിലേക്ക് വലിയ സൈസിലേക്ക് വളർന്നു വരാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു PVC ഫ്രെയിം എടുത്ത് മാറ്റാനാണ്. ഇപ്പോൾ നമ്മൾ മാറ്റുന്നില്ല, കാരണം ഇതിനകത്ത് കുറച്ചും കൂടി സ്പേസ് ഉണ്ട് ഫില്ലാവാനായിട്ട്. അവർ വളർന്നൊന്ന് നല്ല രീതിയിൽ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു PVC ഫ്രെയിം എടുത്ത് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഈ ടാങ്കിൽ കാണുന്ന ആ ഒരു ഫ്രീ സ്പേസിലേക്ക് ഇത് മൊത്തമായിട്ട് അങ്ങ് തുറന്നു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ചെടിക്ക് വലിയ സൈസിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു PVC ഫ്രെയിമിനകത്ത് ഒതുക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എണ്ണം കുറച്ചിടേണ്ടി വരും. എണ്ണം കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ സൈസാവും. പക്ഷേ എണ്ണം കുറച്ചിട്ടാലും ചിലപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ആവാനാണ് സാധ്യത. അതായത് ചെറിയ സൈസിൽ ഇത് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ആവും. പിന്നീടാണ് ഇത് വളർന്ന് വലുതാകുന്നത്. സാൽവീനി അങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്. ചെറിയ സൈസായിട്ടാണ് അത് സ്പ്രെഡ് ആവുന്നത്, പിന്നെയാണ് അത് വലുപ്പം വയ്ക്കുന്നത്. അതേ സ്വഭാവം തന്നെയാണ് ഈ ഒരു വാട്ടർ ലെറ്റ്യൂസും ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് കുറച്ചും കൂടി വലിയ സ്പേസിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഇത് വലിയ സൈസിലേക്ക് വളർന്ന് വലുതാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓപ്പൺ സ്പേസിലേക്ക് ഈ കംപ്ലീറ്റ് വാട്ടർ ലെറ്റ്യൂസ് ചെടികൾ നമ്മൾ തുറന്നു വിടുന്നതായിരിക്കും. എന്നിട്ട് ഈ PVC ഫ്രെയിമിനകത്ത് നമ്മൾ പിന്നെ എന്താണ് ഇടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു ചെടി കിടക്കുന്നുണ്ട്. അത് കണ്ടില്ലേ, ഈ കാണുന്നത് സ്റ്റാർ ഷേപ്പിൽ കിടക്കും. ഇത് ഡക്ക് വീഡാണ്. ഇത് നമ്മൾ വാങ്ങിയതല്ല. ഈ ഒരു വാട്ടർ ക്യാബേജ് വാങ്ങിയ സമയത്ത് അതിൻ്റെ പാക്കറ്റിൽ നമുക്ക് കിട്ടിയതാണ്. അതിനകത്ത് ഓൾറെഡി പെട്ടുപോയതാണെന്ന് തോന്നുന്നു കുറച്ച് ചെറിയ ചെടികൾ. അപ്പോൾ അത് ഇതിനകത്ത് കിടന്നിട്ട് ഡെവലപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ വാട്ടർ ക്യാബേജിൻ്റെ ഇടയിൽ മൊത്തം ഈ ഒരു ചെടി ഡക്ക് വീഡ് വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു പ്ലാന്റും കൂടിയും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു PVC ഫ്രെയിമിൽ ഭാവിയിൽ ഇടാനായിട്ട് പോണത്. മറ്റേത് വാട്ടർ ക്യാബേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ സ്പേസിൽ ഇടാനാണ് വിചാരിക്കുന്നത്. അത് വലുതാവാൻ വേണ്ടിയിട്ട്. ഈ ഡക്ക് വീഡ് പിന്നീട് നമ്മൾ ഈ ഒരു സ്ക്വയർ PVCക്കകത്ത് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ടാങ്കിനകത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 4 വെറൈറ്റി പ്ലാന്റ്സ് ആണുള്ളത്. സാൽവീനിയ, അസോള, അതുപോലെ ഈ ഒരു വാട്ടർ ലെറ്റ്യൂസ് അല്ലെങ്കിൽ വാട്ടർ ക്യാബേജ്, പിന്നെ ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഡക്ക് വീടും കൂടിയും വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത സമയത്ത് ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഈ ഒരു ടാങ്കിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഈ ഒരു ടാങ്കിൻ്റെ പർപ്പസ് എന്നുള്ളത്. ഈ ടാങ്കിനകത്ത് ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചെടികൾ വളർത്തുന്നുണ്ട്. സാൽവീനിയുണ്ട്, അസോളയുണ്ട്, വാട്ടർ ക്യാബേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ഡക്ക് വീടും കൂടിയായി. ഇതെല്ലാം നമ്മൾ നമ്മുടെ ജൈൻറ്റ് ഗൗരാമികൾക്കും ക്രേ ഫിഷുകൾക്കും അതുപോലെ തന്നെ ആപ്പിൾ സ്നേഹികൾക്കൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചെടികൾ വളരാനായിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളാണ്. അപ്പോൾ അവരും ഇതിനകത്ത് കിടന്ന് വളരുന്നുണ്ട്. അവർക്ക് നമ്മൾ പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ ചെടികളും അവർ കഴിക്കുന്നുണ്ട്. ഈ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. കാരണം ഈ ഒരു ടാങ്ക് ചെറിയ ടാങ്കാണെന്ന് ഞാൻ പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ ഡെപ്ത് വളരെ കുറവാണ്. കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 8x4 കോൺക്രീറ്റ് കട്ടകളാണ്. അത് ജസ്റ്റ് ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിമെൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് മണ്ണിട്ട് ജസ്റ്റ് സ്ട്രോങ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ടാർപോളിൻ ഇറക്കിയിരിക്കുകയാണ്. ടാങ്കിൻ്റെ നീളം ഏകദേശം 7 അടി വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് ഒരു 4 അടിക്ക് താഴെ വരുന്നുണ്ട്. പക്ഷേ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് ബ്രിക്കിൻ്റെ, അതായത് 8 ഇഞ്ച് ഹൈറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയൊരു സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടാങ്കിനകത്ത് നമുക്ക് ഇത്രയും ചെടികൾ വളർത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇതെല്ലാം നമ്മൾ മീനുകൾക്ക് ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട്. മീനുകൾക്കും ക്രേ ഫിഷുകൾക്കും സ്നെയിലുകൾക്കെല്ലാം ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളും അതും വളരുന്നുണ്ട്. ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ്. സാധാരണ ബ്ലാക്ക് സക്കർ കാറ്റ് ഫിഷുകൾക്ക് തീരെ ഡിമാൻഡ് കുറവാണ്. പക്ഷേ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്ക് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ്. ഇപ്പോൾ കൂടുതലും പെറ്റ് ഷോപ്പുകളിൽ വിറ്റ് പോകുന്നത് ചെറിയ സൈസുകളാണ്. അതായത് 3 ഇഞ്ച് സൈസ് മുതൽ 6 ഇഞ്ച് സൈസ് വരെയുള്ള പീസുകളാണ് പെറ്റ് ഷോപ്പുകളിൽ കൂടുതലും വിറ്റ് പോകുന്നത്. പിന്നെ 1 ഫീറ്റ് സൈസുകളൊക്കെ വരുന്നുണ്ട്. അത് പെറ്റ് ഷോപ്പുകളിലൊന്നും നമ്മളധികം കണ്ടിട്ടില്ല. പക്ഷേ അത് കൂടുതലും പോകുന്നത് ഈ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കോയി പോണ്ടുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പല ആൾക്കാരും ഈ 1 ഫീറ്റ് സൈസുള്ള ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകളെ വാങ്ങി ഇടുന്നുണ്ട്. നമ്മൾ മുമ്പ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കോയി പോണ്ടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 1 ഫീറ്റ് സൈസുള്ള ഈ ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ കിടക്കുന്ന നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ.
അപ്പോൾ വലിയ സൈസൊക്കെ പോകുന്നത് അത്തരം ആവശ്യങ്ങൾക്കാണ്. പിന്നെ ചെറിയ സൈസുകൾ ഈ പറഞ്ഞ പോലെ പെറ്റ് ഷോപ്പുകളിൽ നല്ല രീതിയിൽ തന്നെ വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ വാങ്ങുന്ന പെറ്റ് ഷോപ്പിൽ നമ്മൾ സംഭവം കണ്ട് ഒരു ആഴ്ച കഴിയുമ്പോഴേക്കും പിന്നെ അത് സ്റ്റോക്ക് ഇല്ല തീരെ. പിന്നീട് പുതിയ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വിറ്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെ വാങ്ങാൻ പോകുന്ന സമയത്ത് പല ആൾക്കാരും ഇത് വന്ന് വാങ്ങി പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് ഈ ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾക്ക് ഒരിക്കലും ഡിമാൻഡില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഇത് സെയിൽസിന് വേണ്ടി ചെയ്യുന്നതല്ല. ഞാനൊരു ഹോബിയിസ്റ്റാണ്. നമ്മളിത് ഹോബിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് 2 പേര് ചോദിച്ചിരുന്നു ഈ ടാങ്കിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ തന്നെയാണ് പർപ്പസ്. അപ്പോൾ ഈ ഒരു ടാങ്ക് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ ഈ ടാങ്ക് കണ്ടപ്പോൾ തന്നെ ഈ ചോദിച്ചവർക്ക് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഈ ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതും ഇപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ കാണിച്ച സംഭവങ്ങൾ അവർ കണ്ടപ്പോൾ മനസ്സിലായി കാണും. പിന്നെ ആ വലിയ ഫ്രെയിമിനകത്ത് എടുക്കുന്ന നമ്മുടെ സാൽവീനി അസോളൊക്കെ കണ്ടില്ലേ, അത് നല്ല രീതിയിൽ വളർന്ന് തിക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ പെറ്റ് ഷോപ്പുകളിൽ നിന്ന് ഇതുപോലെ ചെടികൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന സംഭവമാണ് ഇത്തരത്തിലുള്ള സ്നെയിലുകൾ. ഇതൊരു ബ്ലാക്ക് കളറിലുള്ള സ്നെയിലാണ്. ഇത് മുമ്പും നമ്മൾ പല ചെടികൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇതുപോലെ പറ്റി പിടിച്ച് ആ ഒരു ചെടിയുടെ കൂടെ നമുക്ക് കിട്ടാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു പെസ്റ്റ് പോലെയാണ്. ഇത് നല്ല രീതിയിൽ ഇങ്ങനെ മുട്ട ഇട്ട് ഈ ടാങ്കിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ചെണ്ണത്തിനെ കണ്ടിരുന്നു. ഇപ്പോൾ 2 എണ്ണം കിട്ടി. പിന്നെയും ഒരു 3-4 എണ്ണത്തിനെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പിടിച്ച് മാറ്റുന്നുണ്ട് കാണുമ്പോൾ. ഈ സ്നെയിലിനെ ഒരു പെസ്റ്റായിട്ടാണ് കാണുന്നത്. കാരണം ഇത് പെറ്റുപേരിക്ക് ചെടികളൊക്കെ തിന്ന് നശിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ, അതായത് ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. പിന്നെ ഇത് കാണാൻ അത്ര ഭംഗിയില്ലാത്ത ഒരു സ്നെയിലാണ്. ഇത് ഇതുപോലെ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ്. എന്തായാലും നമ്മൾ ഈ സ്നെയിലുകളെ കളയാനോ അല്ലെങ്കിൽ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. നമ്മളൊരു ചെറിയ ചെടിച്ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പെല്ലറ്റ് ഫുഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാൽവീനിയ ചെടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിട്ടുന്ന പീസുകളെയൊക്കെ അതിൽ കൊണ്ടിടാമെന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു, ഇവരുടെ ഗ്രോത്തും അതുപോലെ തന്നെ ഇവരെങ്ങനെയാണ് ബ്രീഡ് ആവുന്നതെന്നൊക്കെ. ഈ വീഡിയോയിൽ നമ്മളിവരെ അതിലേക്ക് കൊണ്ടിടുന്നതും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വാട്ടർ ലെറ്റ്യൂസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ഒരു PVC ഫ്രെയിമിനകത്ത് ഫില്ലാവുന്ന സമയത്ത് നമ്മളിതേ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഓപ്പൺ സ്പേസിലേക്ക് തുറന്ന് വിടുന്നതായിരിക്കും ഫുള്ളായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു സ്ക്വയർ PVCക്കകത്ത് നമ്മൾ ഡക്ക് വീഡ് മാത്രമായിട്ടായിരിക്കും ഇടുന്നത്. ഡക്ക് വീഡ് ആ ഒരു സ്ക്വയർ PVCക്കകത്ത് ഫ്രെയിമിനകത്ത് നല്ല രീതിയിൽ വളരാൻ സാധ്യതയുണ്ട്, നമ്മുടെ അസോളൊക്കെ വളർന്ന് നിൽക്കുന്ന പോലെ തന്നെ. തൊട്ടടുത്തുള്ള PVC ഫ്രെയിമിൽ കാണുന്ന സാൽവീനിയുടെ കളറ് ഒരു ഇളം മഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നിക്കും, പച്ചയും മഞ്ഞയും. ആ മഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് വളർന്നു വരുന്ന ചെടികളാണ്. അപ്പോൾ ആ ചെറിയ ഇലകളാണ് നമ്മൾ ഗൗരാമികൾക്ക് ഫീഡ് ചെയ്യുന്നത്. കാരണം കട്ടി കൂടിയതിനേക്കാൾ നല്ലത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്. അത്തരം ഇലകൾ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുകയും ചെയ്യും. സാൽവീനിയ, അസോള, ഡക്ക് വീഡ് ഇതെല്ലാം നമ്മൾ ഫീഡ് ചെയ്ത് നോക്കി. അവർ നല്ല രീതിയിൽ മീനുകളും ക്രൈഫിഷുകളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാത്തത് ഈ ഒരു വാട്ടർ ലെറ്റ്യൂസ് ആണ്. അപ്പോൾ അത് വളർന്ന് വലുതാവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതും ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും. അത് ഓൾറെഡി കഴിക്കുന്നതാണ് എന്ന് നമുക്ക് ഓൾറെഡി ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ 1-2 വീഡിയോയിൽ കണ്ടിരുന്നു ഈ ഒരു വാട്ടർ ക്യാബേജ് അല്ലെങ്കിൽ വാട്ടർ ലെറ്റ്യൂസ് ജയൻറ്റ് ഗൗരാമികൾ കഴിക്കുന്നുള്ള കാര്യം. ജയൻറ്റ് ഗൗരാമികൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ക്രൈഫിഷുകൾക്കും സ്നെയിലുകൾക്കും ഒക്കെ ഇത് ഫീഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസ് മീനുകളെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.